അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സാധാരണ ഒരു ദൃശ്യം എപ്പിസോഡിന് വിരുദ്ധമായി, വ്യത്യസ്തമായി, വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് നസ്റുല്ലാ സുലാഹിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുലാഹി, യെസ്, സാധാരണ ദൃശ്യത്തിലിരിക്കുമ്പോൾ ഒരാൾ പോയ യാത്ര ചെയ്ത ആൾ മറ്റൊരാൾ ആങ്കർ ആയിരിക്കും. ഇവിടെ നമ്മൾ രണ്ടുപേരും പരസ്പരം ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അതിൻ്റെ ഒരു വ്യത്യസ്തത മിക്കവാറും ഇതിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ മുമ്പ് ഒരു തവണ നസ്റുല്ലാ സലയുടെ കൂടെ ഒരു ബീഹാറിലേക്കുള്ള യാത്രയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ദൃശ്യം എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അത് കേട്ട ശ്രോതാക്കൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു എപ്പിസോഡിൻ്റെ സംസാരത്തിനിടയിലാണ് നമ്മൾ മറ്റൊരു ബീഹാർ യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. അതെ, പോകണമെന്ന് പരസ്പരം ധാരണ ഉണ്ടാവുന്നത്. യെസ്, അങ്ങനെ കഴിഞ്ഞ നമ്മുടെ ആ ധാരണ പ്രകാരം അതിനുവേണ്ടി ശ്രമിക്കുകയും നമ്മൾ മാത്രമായി അവശേഷിക്കുകയും ചെയ്തൊരു ഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? യാത്രക്ക് നമ്മൾ മാത്രമാണ്, രണ്ടുപേരും മാത്രമായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോവുക തന്നെ ചെയ്യുന്നുള്ളൊരു തീരുമാനം എടുത്തു. അതെ, അങ്ങനെയാണ് നമ്മുടെ യാത്രയിലേക്ക് ആര് വരുന്നത്? നിസാർ ദേവാലയും മുസ്തഫ മാഷും കൂടി വന്ന് നിസാർ ദേവാലയും ബഷീർ മാഷും കൂടി അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു യാത്ര ബീഹാറിലേക്ക് ഈ കഴിഞ്ഞ ഏപ്രിൽ 20 നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി. എനിക്ക് തോന്നുന്നു അതിന് നമുക്ക് ട്രെയിൻ എത്രയോ മുമ്പേ ബുക്ക് ചെയ്യേണ്ട, 2 മാസം മുമ്പേ ബുക്ക് ചെയ്ത് തുടങ്ങേണ്ട ഒരു സംഗതി പെട്ടെന്ന് നോക്കി ട്രെയിൻ കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. സലയാണ് അതിൻ്റെ പൂർണ്ണമായും ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച്. അതെ, അതിൽ നമ്മൾ സാധാരണ യാത്ര മിക്കവാറും നമ്മൾ സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളൊരു പ്ലാൻ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് തന്നെ ഒരു ഏപ്രിലിന് മുമ്പേ, മാർച്ച് ലാസ്റ്റൊക്കെ നമ്മൾ ടിക്കറ്റ് പ്ലാൻ ചെയ്യും, ടിക്കറ്റ് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യും. ഏത് വണ്ടിയാണ് നല്ലത്, ഏതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, ഏത് സ്ഥലത്തൂടെയായിരിക്കും എത്തേണ്ടത്, ഇങ്ങനെ കുറച്ചുകൂടെ ടൈം വേസ്റ്റ് ആവാത്ത രൂപത്തിൽ നമ്മൾ ആ ഒരു പ്ലാൻ പോവാറുണ്ടാവാറുള്ളത്. പക്ഷെ ഇത് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം എനിക്ക് തോന്നുന്നു മാർച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്ലാൻ തുടങ്ങുമ്പോൾ തന്നെ. അപ്പോഴേ ഏപ്രിൽ 3-ാം തീയതിയോ ഒക്കെയാണ് ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അത് പെട്ടെന്ന് 2 ആഴ്ചയുടെ ഗ്യാപ്പിലൊക്കെയാണ് ടിക്കറ്റ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കറങ്ങിപ്പോയാലേ ടിക്കറ്റ് കൺഫേം ആവുള്ളൂ. എന്നാൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്ത് വെയിറ്റ് ലിസ്റ്റാണ്, കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ പ്രയാസവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറങ്ങേണ്ടി വരും എന്ന് നമ്മളാദ്യം മനസ്സുകൊണ്ട് ഉറച്ചു. പക്ഷേ അത് നമുക്ക് എങ്ങനെ ആസ്വാദികരമാക്കാമെന്ന് ആണ് പിന്നീട് ഒരു പ്ലാൻ ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ആദ്യം നമ്മൾ സാധാരണ ബീഹാറിലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് ഒന്നുകിൽ കട്ടിഹാർ വണ്ടി കിട്ടുമോ നോക്കും. കട്ടിഹാർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അവിടെ എത്തി, ബീഹാറിലെത്തി. അതല്ല എങ്കിൽ നമ്മളിങ്ങനെ ഡൽഹി വഴി പോകാൻ പറ്റുന്ന, പക്ഷേ ഡൽഹി നമ്മളെ പ്ലാനില്ലല്ലോ. അങ്ങനെയാണ് ഓരോ ടിക്കറ്റ് പരതുക എന്നുള്ളതൊരു ഒരു ക്രൈസിസായി മാറിയിട്ടുണ്ടായിരുന്നു. ഒപ്പം നമുക്കൊരു ഭയങ്കര താല്പര്യമായിരുന്നത്. അങ്ങനെ ഓരോ വണ്ടിയും ഓരോന്നോരോന്ന് നോക്കി വന്നപ്പോഴാണ് ബീഹാറിലുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടുന്നത്. നമ്മളെ പള്ളിയിലേക്ക് യാദൃശ്ചികമായിട്ട് അയാൾ വരുന്നു. അങ്ങനെ ബീഹാറിലല്ല, ജാർഖണ്ഡിലുള്ള. അപ്പോൾ അദ്ദേഹമാണ് എന്നോട്, ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ആകുകയാണെങ്കിൽ ടിക്കറ്റ് എന്തായാലും അതിൽ കിട്ടൂല, വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്താലും കൺഫേം ആവില്ല, ഈ RAC ആണെങ്കിൽ പോലും കൺഫേം ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം പുള്ളി വിളിച്ചപ്പോൾ പുള്ളിയാണ്, നമുക്ക് ജാർഖണ്ഡ് വഴി കറങ്ങി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആലപ്പുഴ ടാറ്റ വണ്ടി നമുക്ക് പുള്ളി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സജഷൻ ചെയ്തത്. അങ്ങനെ ഏതായിരുന്നാലും നമ്മൾ ആ യാത്രയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ രസകരമായ ഒരുപാട് അനുഭവങ്ങളുള്ള വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. അതിൽ വേറെ രസമുണ്ട്. നമ്മൾ 3 ആളാണ് പ്ലാൻ ചെയ്ത് വന്നത്. അവസാനം നമ്മൾ 2 ആളും ആദ്യം തുടങ്ങി. പിന്നെ ഉള്ളത് ബഷീർ മാസ്റ്റർ, ഞാൻ ഏതായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മൾ ഏതായാലും ടിക്കറ്റ് പ്ലാൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നിസാർ അതിലേക്ക് കയറി. അതെ. അപ്പം എന്തായാലും മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു പോരണം എന്നൊക്കെ. പക്ഷേ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷ ഉണ്ടായില്ല, ഉറപ്പില്ലായിരുന്നു. 3 ആളായപ്പോൾ നമുക്ക് എന്തായാലും യാത്ര ആസ്വാദികരമാവും. 3 ആൾ യാത്രക്ക് വേണമല്ലോ. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ 3 ആൾ ടിക്കറ്റ് ചെയ്തു.
പിന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഞാനുണ്ട് നിസാർ കൂടി പിന്നെ സെപ്പറേറ്റ് അവന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അതെ അതെ നമ്മളെടുത്ത സമയത്തല്ല നിസാറിന് എടുത്തത്, അതെ, വേറെ തന്നെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അവന് കിട്ടോ കിട്ടൂലേ. അതെ അതെ, അവൻ്റെ ഒരുപാട് ബാക്കിലായിരുന്നു. കാരണം ഇത് നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ടിക്കറ്റ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, വെയിറ്റിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നമ്മുടെ മുസ്തഫ മാസ്റ്റർ. അതെ, മേലാറ്റൂര് മുസ്തഫ മാസ്റ്റർ നമ്മളെ പീസ് റേഡിയോ ആങ്കറാണ്. ഒപ്പം പുള്ളി നമ്മുടെ കൂടെ പോരണം താല്പര്യം കാണിച്ച ആളുമാണ്. പക്ഷെ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് മുമ്പേ ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ ഉണ്ടാകേണ്ടതെന്നൊക്കെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അടുത്ത പോക്കിന് പറയണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമുക്ക് യാത്ര ടിക്കറ്റ് ഏതായാലും കിട്ടി. യാത്ര ചെയ്യുന്ന അന്ന് വരെ നിസാറിൻ്റെ ടിക്കറ്റിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ RAC ആയിരുന്നു. തലേ ദിവസം വരെ നമ്മൾ നിസാറിൻ്റെ പേരിൽ ചെറിയ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ പോകുമ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഏതായാലും നമ്മൾ രാവിലെ ഇവിടുന്ന് പോവുക, പാലക്കാട് നിന്നാണ് നമുക്ക് ടിക്കറ്റ് ഉള്ളത്, പാലക്കാട് ടു ടാറ്റാനഗർ. അപ്പം നമ്മൾ മൂന്നാളതും ഏകദേശം കൺഫേം ആണ്. അപ്പം നിസാറിനോട് നമ്മൾ ടാറ്റ പറയേണ്ടി വരും എന്നൊരു പിന്നെ വിഷയം വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അൽഹംദുലില്ലാ അത് പിന്നെ കൺഫേമായി. പാലക്കാട്ടിൽ നിന്ന് ടാറ്റാനഗർ, ആലപ്പുഴ ടാറ്റാനഗർ എക്സ്പ്രസ്സിൽ നമ്മൾ രാവിലെ 10:20 ആണ് പാലക്കാട് എത്തുന്നത്. പക്ഷേ നമ്മൾ 10 മണിക്കും പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, നമ്മൾ ബസ് കുറച്ചൊരു സ്ലോ ആയി, പറഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വണ്ടി പോവില്ലേ എന്ന്. അതെ, ഇവിടെ നിന്ന് പാലക്കാട് വണ്ടിയാണ് നമുക്ക് കുലുക്കല്ലൂർ വാടാനാംകുറിശിയിൽ നിന്ന് നമ്മൾ പാലക്കാട് ബസ് കയറിയാണ് പോകുന്നത്, KSRTC. പക്ഷേ അവസാനത്തെ ഒരു നിമിഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാൽ നമുക്ക് പോകാം എന്നിടത്തേക്ക് എത്തിയിരുന്നു. കാരണം നമ്മളങ്ങ് ഓടി കയറിയിരിക്കുകയാണ്, ലഗേജും. പിന്നെ അതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ യാത്രയിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അവിടെ കാണേണ്ട കുറേ ആളുകൾ. ഒന്ന് നമ്മുടെ റഹ്മത്തുള്ള, അതിൽ അതുമായി ബന്ധപ്പെട്ട നമ്മൾ എപ്പിസോഡുകളിലൂടെ വരും. പിന്നൊന്ന് നമ്മുടെ സുഹൈൽ അക്തർ, പിന്നൊന്ന് നമ്മുടെ ഭഗൽപൂരിലുള്ള നമ്മുടെ ദുൽഫുക്കാർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ നമുക്ക് വഴിയെ കാണാം. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിനേക്കാൾ മനോഹരമായ ഒരുപാട് ആളുകളെ കാണാനും കണ്ടുമുട്ടാനും നമുക്ക് കഴിഞ്ഞു. അതെ, യാത്രയിൽ അങ്ങനെ തന്നെയാണ്. യാത്രയൊക്കെ യാദൃശ്ചികമായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ മിക്കവാറും പ്ലാൻ ചെയ്യുന്ന യാത്രകളൊക്കെ നമ്മൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അതാ പറയാം, ഇന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കരുത്. നമ്മളെങ്ങനെയാണോ ഉള്ള സൗകര്യത്തിനനുസരിച്ച് നീങ്ങുന്നത്. നമ്മളെപ്പോഴും ബഡ്ജറ്റായിരിക്കും, നമ്മളൊരു ബഡ്ജറ്റിന് ഒതുങ്ങുന്നതായിരിക്കുമല്ലോ നമ്മുടെ യാത്ര. അതാണ് നമ്മൾ ആദ്യം പറയാറുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു ചെയ്തിരുന്നു, ചുരുങ്ങിയ ചിലവിൽ. അതല്ലാതെ ഇപ്പോൾ ഒരു പാക്കേജിൻ്റെ കൂടെ പോയാൽ മതിയല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലെ വിഷയങ്ങളൊക്കെ പറയാം, അടുത്ത എപ്പിസോഡുകളിലൊക്കെ പറയാം. എന്തായാലും നമ്മൾ പാലക്കാട് 10:20 നമ്മൾ വണ്ടി കിട്ടി പാലക്കാട് കിട്ടി. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ മണിക്കൂറുകളോളം വണ്ടി പിടിച്ചിട്ടു കോയമ്പത്തൂർ. പക്ഷേ പിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല. നമുക്ക് ഇന്ന സ്ഥലത്ത് തന്നെ എത്ര പിടിച്ചിട്ടാലും നമ്മളത് അറിഞ്ഞിട്ടില്ല. പിന്നെ യാത്രയുടെ ആ ഒരു സുഖം, നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ തുടക്കം. ഇനി എന്താ ഓരോ നിമിഷങ്ങളും എന്തെന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ബഷീർ മാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്, നിസാറും ഞാനും. ബീഹാറിലേക്ക് ആദ്യത്തെ യാത്രയാണ്. ആദ്യ യാത്രയാണ്. മറ്റുള്ള യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ബീഹാർ എന്നുള്ള ആ ഒരു സംഭവത്തിലേക്കുള്ള ആദ്യ യാത്രയായിരുന്നു നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നം തീരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അൽഹംദുലില്ലാ ഈ യാത്രയിൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ആളുകൾ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞൊരു വൈബാണ്. അതെ അതെ. അന്ന് നമ്മൾ അങ്ങനെ യാത്ര കഴിഞ്ഞ് അന്ന് April 20 നമ്മൾ പോകുന്നത്, 10:20 അല്ലേ, 22 നമ്മൾ ടാറ്റയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ വാഹനത്തിൻ്റെ ആ 1-2 ദിവസത്തെ ആ യാത്രയിൽ കുറേ ആളുകൾ, ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ജീവിതം പോലെ തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് കയറുന്ന ആളുകൾ, ഇടയ്ക്ക് വെച്ച് സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്ന ആളുകൾ, ജീവിതം ശരിക്കും അല്ലേ. നമ്മൾ യാത്ര AC ടിക്കറ്റിലേക്ക് പ്ലാൻ ചെയ്യാൻ തന്നെ കാരണം അതിലെ തിരക്കും, മറ്റേ സെക്കൻഡ് ക്ലാസ്സിലെ തിരക്കും, ആളുകളുടെ മര്യാദയില്ലായ്മയും, പ്രത്യേകിച്ച് തെക്കോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക, അവിടുത്തെ അവരുടേതായിട്ടുള്ള സംസ്കാരവും മറ്റും ബന്ധപ്പെട്ട് അവരൊന്നിച്ച് കയറുന്നു, അവർ പാൻ കഴിക്കുന്നു, അവിടെ തന്നെ അത് തുപ്പി വൃത്തിയാടാക്കുന്നു. ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ക്ലാസ് ഒഴിവാക്കി കയറിയത് AC 3 ടയർ AC ബുക്ക് ചെയ്തത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതിനേക്കാളും കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയിരുന്നു തോന്നുന്നു. AC ആണെങ്കിലും
പക്ഷെ അത്ര പിന്നെ തമ്മിൽ ഭേദം തൊമ്മ അതെ 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 എന്ന് പറയാല്ലേ. AC ആണെന്നുള്ള പക്ഷെ AC ആണെന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടെങ്കിലും തിരക്കുകൾക്ക് ആളുകൾ അവിടെ നമുക്ക് ഇനി പ്ലാൻ ചെയ്യുന്ന ആളുകളോട് നിർബന്ധമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട്. സംഭവം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റ് വരെയുള്ള ആളുകൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് കൺഫേം ആയിട്ടുള്ള ആളുകൾക്കും RAC യാത്രക്കാർക്കും മാത്രമേ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാലും തെക്കോട്ടുള്ള യാത്ര, ഡൽഹി ആവട്ടെ, ഇങ്ങോട്ട് ബീഹാർ ആവട്ടെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ക്ലാസ് ഒഴിവാക്കുക. മറിച്ച് AC 3 ടയറെങ്കിലും ബുക്ക് ചെയ്യുക എന്നുള്ള ചെറിയൊരു അഡ്വൈസ് നമുക്ക് അവിടെ വെക്കാം. അതായാലും നമ്മുടെ പിന്നെ അത്രയൊന്നും വിരസമല്ലാത്തൊരു യാത്രയായിട്ട് ആ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഏപ്രിൽ 22-ന് ടാറ്റാ നഗറിലാണ്. ടാറ്റാ നഗറിന് പേര് കിട്ടാൻ തന്നെ കാരണം മറ്റേ ടാറ്റ സ്റ്റീൽ കമ്പനിയുടെ വലിയ അവരുടെ പ്ലാന്റേഷൻ, അതെ, അവരുടെ വലിയ പ്ലാന്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ടാണ് അവിടുത്തെ ടാറ്റാ നഗർ എന്ന പേരിട്ടാണ്. ശരിക്ക് ജാംഷഡ്പൂറാണ്. ജാംഷഡ്പൂറാണ് സ്ഥലം. അവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ടാറ്റാ നഗറിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ വണ്ടിയൊക്കെ ഏകദേശം നമ്മുടെ ലഗേജൊക്കെ എടുത്ത് കാലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി എന്നുള്ളൊരിതുണ്ടല്ലോ. ഇറങ്ങിക്കഴിഞ്ഞ എല്ലാ സ്റ്റേഷനിലുള്ള പോലെ തന്നെ ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും കാണുന്ന കാഴ്ചകൾ തന്നെ നമ്മളത് ഫോട്ടോ എടുത്തിരുന്നു. നേരെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബാലൻ എവിടെയോ ഉറക്കത്തിലാണ്, ഗാഢമായ നിദ്രയിലാണ്, ശരീരമാകെ പിന്നെ ചള്ളി പിടിച്ച്. എന്നാൽ ബാല്യം എത്രമേൽ നോവുള്ള ഒരു മുഖമായി നമുക്കവിടെ കണ്ടു. അങ്ങനെ കുറേ ചിത്രങ്ങൾ നമ്മൾ എടുത്ത സമയത്തുണ്ടായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ ലക്ഷ്യം ജാംഷഡ്പൂരിലേക്കുള്ള ബസ് യാത്രയാണ്. നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു ഓട്ടോയിൽ പോകുന്നു. നമ്മൾ അവിടുന്ന് ടാറ്റയിൽ നിന്ന് നമ്മൾ പിന്നെ ധൻബാദിലേക്ക് അന്ന് വൈകുന്നേരം 3:30 നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ ആദ്യം അവിടുന്ന് ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ധൻബാദിൽ നിന്ന് നമ്മൾ ഭഗൽപൂരിലേക്കുള്ള സാഹിബ്ഗഞ്ചിലേക്കുള്ള വണ്ടി കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തു. ആ ടിക്കറ്റ് നമ്മൾ ഒഴിവാക്കി. ക്യാൻസൽ ചെയ്താൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തല്ല, ആ യാത്ര നമ്മളവിടെ ഒഴിവാക്കി. എന്നിട്ട് ടാറ്റയിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. ജാംഷഡ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് പിന്നെ ഓട്ടോറിക്ഷയിലുണ്ട് നമ്മൾ ലഗേജ് ഒക്കെ പാടെ കൊണ്ടൊരു പോക്ക്. അതെ, ഓട്ടോയിൽ 4 ലഗേജും ഇനി ആളുണ്ടെങ്കിൽ എനിക്ക് കയറിക്കൊള്ളിയുള്ള രൂപത്തിലാണ് ഓട്ടോക്കാരൻ ഉണ്ടാവുക. അവിടെ നമുക്ക് വേറൊരു അനുഭവം ഉണ്ടായി. പിന്നെ നമ്മൾ വണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടാക്സിക്കാരായിട്ടുള്ള ആളുകൾ അവർ എന്തായാലും നമ്മൾ ബാർഗെയിൻ ചെയ്ത് അങ്ങോട്ട് വരുമല്ലോ, നമ്മളടുത്തേക്ക് വരുമല്ലോ. അപ്പോൾ പോകണമെങ്കിൽ പോകാം, ഓട്ടോ പോകണമെങ്കിൽ പോകാമെന്നുള്ള രൂപത്തിൽ, അതായത് മലയാളികളാവട്ടെ അല്ലാത്താവട്ടെ ഓട്ടോക്കാരതിന് നിൽക്കുകയുള്ളൂ, ടാക്സിക്കാരതിന് നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം ബസ്സിന് പോകണോ അതോ ടാക്സി കാർ എടുത്ത് പോകണോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ അടുത്തുണ്ടായി. അപ്പോഴാണ് കൂട്ടത്തിലൊരു മനുഷ്യൻ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, ഡ്രൈവറാണ് പുള്ളി, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടാക്സി എടുത്ത് പോകണ്ട. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട നല്ലൊരു നസ്യത്തോടുകൂടി. അതെ അതെ അതെ. നിങ്ങൾ പുറത്തുനിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് ജാർഖണ്ഡിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വത നിരകളിലൂടെയുള്ള റോഡാണ്. അപ്പം എവിടെയെങ്കിലും വെച്ച് നിങ്ങളൊരു കൊള്ള ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ടാക്സി എടുത്ത് പോകണ്ട, നിങ്ങൾക്ക് ബസ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. അതെ, ടാക്സി ഒഴിവാക്കി, പൂർണ്ണമായിട്ട് ടാക്സി ഒഴിവാക്കി. പിന്നീട് ബസ് സ്റ്റാൻഡിലെത്തി തീക്ഷ്ണമായ ചൂടും അവിടെ സ്റ്റാൻഡിലത്തെ ചൂട് തന്നെ, രാവിലെ 10 മണി 7 മണി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടാണ്. ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് നമ്മൾ പിന്നെ ചെയ്തത് പിന്നെ ആ ബസ് അല്ലേ, ബസ് AC ബസ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു നല്ല രുചി അത്രയും നമ്മൾ വത്തക്ക വാങ്ങി തോന്നുന്നില്ലേ. പൈനാപ്പിൾ അത് തെക്കോട്ട് പോകും തോറും നമുക്ക് നമ്മളെ സ്റ്റേറ്റ് വിട്ട് നമ്മൾ തെക്കോട്ട് അങ്ങോട്ട് പോകും തോറും ഫ്രഷ് സാധനം കിട്ടും, കുറച്ച് വില കുറവ് കിട്ടും. ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ആണെങ്കിൽ നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ അതിന് നല്ല വില കൊടുക്കണം. പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ വിലക്കാണ് ഒരു നല്ല തണിമത്തനും കാര്യങ്ങൾ കിട്ടി. അത് കഴിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ബസ് കയറി. ബസ്സിന് ഈ പറഞ്ഞ പോലെ ടിക്കറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ടിക്കറ്റല്ല, വിളിച്ച് കയറ്റാണ്. വിളിച്ച് കയറ്റും. പിന്നെ പേര് ഇന്ന സീറ്റും നമ്മൾ പറഞ്ഞിടും അല്ലേ. പറഞ്ഞെന്ന് കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു ബസ്, വലിയ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ 4 മണിക്കൂറോളം നമ്മൾ എവിടെ ധൻബാദിലെത്താൻ. അതെ അതെ അതെ. ആ 4 മണിക്കൂർ ശരിക്കും പൂർണ്ണമായിട്ടും പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടായിരുന്നു, ഗ്രാമക്കാഴ്ചകൾ. അവിടുത്തെ യാത്ര നമ്മൾ മുമ്പേ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബസ് യാത്രകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മലയോര മേഖലകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും വളഞ്ഞും പുളഞ്ഞും വിവിധ പ്രദേശങ്ങളിലൂടെ ബസ് ട്രെയിനിനേക്കാൾ അപ്പുറത്തേക്ക് കുറച്ചുകൂടി അടുത്തറിയാൻ പറ്റുന്ന ഒന്നാണ് എനിക്കൊണ്ട് ബസ് യാത്ര അത്തരം സ്ഥലങ്ങളിലൂടെ. അതെ അതെ അതെ.
അതിൽ പിന്നെ പരന്നു കിടക്കുന്ന വയലുകൾക്കിടയിലുള്ള ചെറിയ കുളങ്ങൾ, അവിടെയുള്ള കുഞ്ഞു ഗ്രാമങ്ങൾ, വിവിധ ജാതികളുടെ വേർതിരിവുകൾ കാണുന്ന ഇടങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ, അതിമനോഹരമായ മരങ്ങൾ. ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു, ചില മരങ്ങളൊക്കെ ഭയങ്കര രസമുള്ള മരങ്ങളാണ്. പിന്നെ നമുക്ക് പുതുമ കാഴ്ചയും അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗവുമായ കുറേ കാഴ്ചകൾ അവിടെ ഉണ്ടാവും. ആളുകളുടെ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സൈഡിൽ ഇരിക്കുന്നത്, പിന്നെ കാലികളുടെ ഒരു സഞ്ചാരങ്ങൾ. അങ്ങനെ ആ യാത്ര വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നഗരങ്ങളും നാടുകളും കടന്ന് നമ്മൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ധൻബാദിലെത്തി. ധൻബാദിലെത്തുമ്പോഴേക്കും നമ്മൾ വേറെ സ്റ്റേറ്റ് കയറിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ശരിയാ, വെസ്റ്റ് ബംഗാളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ സിലോർ അവിടെ കയറി തിരിച്ചു വീണ്ടും നമ്മൾ ജാർഖണ്ഡിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. ജാർഖണ്ഡിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ കൃഷിയിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒന്നും കാണാത്തത്ര വലിയ കൃഷിയിടങ്ങൾ, വിശാലമായ കിലോമീറ്ററുകളോളം ഹെക്ടർ കണക്കിന്. പക്ഷേ അവിടെയൊക്കെ ആളുകളുടെ കാര്യങ്ങളിൽ അവരുടെ ഒരു വികാസമോ കാര്യങ്ങളോ ഇല്ലെങ്കിലും റോഡ് പോലുള്ള സംഭവങ്ങൾ, യാത്രാമാധ്യമങ്ങളൊക്കെ ഭയങ്കര സംവിധാനങ്ങളാണ്. ഗ്രാമങ്ങളിലൂടെ പോയി നമ്മൾ പിന്നെ എത്തുന്നത് ധൻബാദിലാണ്. ധൻബാദിൽ നമ്മൾ എത്തുമ്പോൾ എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 3 മണി. പിന്നെ നമുക്ക് ധൻബാദിൽ നിന്ന് പിന്നെ നമുക്കുള്ളത് ഭഗൽപൂർ വണ്ടിയാണ്. രാത്രി 10:20 സാഹിബ്ഗഞ്ചിക്ക് ഈ ധൻബാദ് ഭഗൽപൂർ വണ്ടി. അവിടെ നമ്മൾ ധൻബാദിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ തൽക്കാലം കുറച്ച് സമയത്തേക്ക് വെക്കാം, നമുക്ക് ഒന്ന് ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിരുന്നില്ലേ. അപ്പോൾ അവിടെ ഡോർമെട്രി അന്വേഷിച്ചു കിട്ടിയില്ല എന്നല്ല, ഒരു നമ്മളെ കണ്ടിട്ടാന്ന് തോന്നുന്നു. അവിടെ ഒരു മുഖത്തേക്കൊന്നും നോക്കുന്നു, താടിയുണ്ടോ അല്ലേ നോക്കിയിട്ട് അത് കിട്ടിയില്ല. നമ്മൾ പുറത്ത് അവരുടെ തന്നെ റെയിൽവേ ആയിട്ട് തന്നെ ഈ പിന്നെ RMSൻ്റെ ഭാഗത്താണ് ഈ ഇത് സൂക്ഷിക്കണം നമ്മളെ ക്ലോക്ക് റൂം ഉള്ളത്. ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നടന്നു. അപ്പോൾ ശരിക്കും അവിടെ നിന്ന് കുറച്ച് ആദ്യമായി നമ്മൾ ചായ, നല്ല രസകരമായൊരു ചായ കുടിച്ചില്ലേ കുറേ സമയത്തിന് ശേഷം, ആ മൺപാത്രത്തിലുള്ള ചായ കുറച്ച് പിന്നെ അവിടുന്ന് കുറച്ച് നമ്മൾ ഒരു പിന്നെ ശരിക്കും ആലു പോലെ ഏതുപോലെ ഒരു മണ്ണുരുട്ടി വെക്കണ പോലെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതൊരു പേരുണ്ടായിരുന്നു, നമ്മൾ പലപ്പോഴും ചോദിച്ചിരുന്നു. നല്ല അരിയുണ്ട പോലത്തെ ഒരു ആലു കൂട്ടി, അതുപോലെ തന്നെ അതിൽ 2-3 മിക്സർ സാധനങ്ങൾ ജാട്ടോ കൂട്ടിയിട്ടുള്ള സാധനമാണ്. അതിൽ സംഭവം അവർ ആസ്വദിച്ച് കഴിക്കണതാണ്. എനിക്കത്ര പക്ഷേ അതുകൊണ്ട് നമ്മളൊന്ന് നോക്കി, അവരെല്ലാവരും കൗതുകത്തോട് കഴിക്കുമ്പോൾ നമുക്ക് കഴിച്ചു നോക്കാറുണ്ട്. കൽക്കരിയിലാണ് വേവിക്കണത്, ചുട്ടെടുക്കണം, കൽക്കരിയിൽ ചുട്ടെടുക്കണം. അതെ ഈ തന്തൂരി ആക്കുന്ന രൂപത്തിലാണ് ചെയ്യണത്. അതായത് തിങ്ങി നിറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരവും അവിടുത്തെ ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അതെ. ആ പള്ളിയിലെത്തുമ്പോൾ പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു നമ്മൾ പള്ളിയിലെത്തുമ്പം പാവപ്പെട്ട ഒരു സ്ഥലമാണ്, അവിടെ അത്രേ ഉണ്ടാവുള്ളൂ, പള്ളിയാണ്, ഒട്ടും പിന്നെ വികസനം വന്നിട്ടില്ലാത്ത പൊട്ടിപ്പൊളിയാനായി, എന്നാൽ കുറേശ്ശെ അങ്ങനെ ചെറിയൊരു രൂപത്തിൽ സൗകര്യം ചെയ്ത ഒരു പക്ഷെ പള്ളിൻ്റെ അപ്പുറത്ത് ജാറം അത് പിന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ പിന്നെ നമ്മൾ കണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഒരു പള്ളി ഉണ്ടോ ആ പള്ളിയുടെ അടുത്ത് ഒരു ജാറുണ്ടാവും. ഇതിനിടയ്ക്ക് ഞാൻ പറയാം, ലക്നൗവിൽ നമ്മൾ പോയ സമയത്ത് ലക്നൗ റെയിൽവേ സ്റ്റേഷൻ്റെ ഒത്ത നടുക്ക്, അതായത് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സമയത്ത് 2 പാളത്തിനിടക്ക്, 2 റെയിൽവേ ട്രാക്കിൻ്റെ ഇടയിൽ ഇതേപോലെ ഒരു ജാറുണ്ട്. അത് നോർത്ത് ഇന്ത്യൻ സംസ്കാരത്തിൽ, ഇസ്ലാം സംസ്കാരത്തിൽ അവർ കൊണ്ടുവന്നൊരു സാധനമാണിത്. എല്ലാ പള്ളിയുടെ കൂട്ടത്തിലും ഒരു ജാറുണ്ട്. നമ്മളെ പള്ളി നിസ്കരിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ ബഷീർ മാഷ് അവിടെ കണ്ടില്ല. ബഷീർ മാഷ് പുറത്ത് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ പോയിട്ട് തിരിച്ച് വന്ന് ജാറുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ സാധാരണ എന്തെങ്കിലും ജാറാണ്. അവസാനം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ജാറ കാണാൻ വേണ്ടി പോയപ്പോഴാണ് ശരിക്കും അത്ഭുതപ്പെട്ടു. ഭയങ്കര ജാറ് പള്ളിനെ അവഗണിച്ചിട്ടുണ്ട്, ജാറാണ് അവർക്ക് മെയിൻ. അവിടെ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ജാതി മതഭേദമന്യേ ജാറത്തിൻ്റെ മുറ്റു ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ കാണുമ്പോൾ എഴുതുമില്ല. നമ്മൾ ഭയങ്കര ഒരു എങ്ങനെ പിന്നെ കാണുന്ന ആളുകൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകുന്ന കാഴ്ച തന്നെയാണത്. ഇനി അതല്ല, ഇവിടുത്തെ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും അത്ഭുതം, ആശ്ചര്യം ഉണ്ടാകുന്ന കാഴ്ചകളായിരിക്കും, അനുഭവങ്ങളായിരിക്കും അത്തരം ജാറങ്ങളിൽ ഉണ്ടാവുക. അതേതായാലും അതിൻ്റെ ഒരു ഭാഗം. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മളെ ഷറഫ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നിങ്ങൾ എവിടെ വരുന്നു? അതിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയമല്ല, നമുക്ക് അദ്ദേഹത്തെ തന്നെ വേറെ ഒന്ന് പറയേണ്ടതുണ്ട്, കാണിക്കേണ്ടതുണ്ട്. അത് വെച്ചാൽ പിന്നെ നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ എങ്ങനെ എന്നുള്ളതൊന്നുമില്ല. നമുക്ക് ബീഹാറിലെത്തി റഹ്മത്തിൻ്റെ വീട്ടിലെത്തുക എന്നുള്ളതായിരുന്നു പ്ലാൻ. അതായത് പിന്നെ രാംഘാട്ടിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പൂർണിയയിലേക്കാണ് ലക്ഷ്യം വെച്ച് പോണത്. പക്ഷേ അതിന് മുമ്പേ നമുക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടുന്നത്. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയാണ് നമ്മളെ, നിങ്ങളെവിടെ എത്തി. പിന്നെ മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രെയിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈൻ വഴി നമ്മളെ വണ്ടി അവിടെ എത്തി എന്നുള്ള പുള്ളി അദ്ദേഹം വേർ ഈസ് മൈ ട്രെയിൻ ഇതിൽ നോക്കിയിട്ട് ഇപ്പം നിങ്ങളവിടെ എത്തിയില്ലേ, ഇനി ഇത്രയും കൂടെ ഉള്ളൂ, അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് എന്നതാ. ആ രൂപത്തിൽ നമ്മൾ ധൻബാദിൽ നിന്ന് 10:20 വണ്ടി കയറാണ്. ധൻബാദ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ 10:20 കറക്റ്റ് വണ്ടി കയറി പിന്നെ ജാർഖണ്ഡിലൂടെ തന്നെയാണ് രാത്രി മൊത്തം യാത്ര. അറിഞ്ഞില്ല. അത്രയും ടൈം ജാർഖണ്ഡിലൂടെ തന്നെയാണ് യാത്ര. രാവിലെ നമ്മൾ 7 മണിക്ക് ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ചിലാണ് നമ്മൾ എത്തുന്നത് വരെ വണ്ടി ജാർഖണ്ഡിലൂടെ തന്നെയാണ് ഓടുന്നത്. അപ്പോൾ ആ റെയിൽ പിന്നെ ആ ഇതിൻ്റെ പിന്നെ സ്റ്റേറ്റിൻ്റെ വീതിയും വിസ്താരവും എത്ര ഉണ്ടാവും. മുമ്പ് അത് ജാർഖണ്ഡും ബീഹാറും ഒന്നായിരുന്നു, പിന്നീട് വിഭജിച്ചു. അതിനുശേഷമാണ് ഇത് പിന്നെ ജാർഖണ്ഡ് വേറെ തന്നെ സംസ്ഥാനമായി മാറിയത്. എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ അവസാനിപ്പിച്ച് നമ്മൾ സാഹിബ്ഗഞ്ചിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പുതിയ യാത്രക്ക് തുടക്കമായിരുന്നു. അത് മുതൽ അടുത്ത എപ്പിസോഡിൽ പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ അത് രാവിലെ നമ്മൾ സാഹിബ്ഗഞ്ചിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് നേരത്തെ എണീറ്റ് സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കുന്നൊരു കാഴ്ചയുണ്ട്. അതെ, ഇരു പ്രദേശങ്ങളിലും അത് ചില എങ്ങനെ അതിനെ വർണ്ണിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ നമ്മുടെ കണ്ണുകളിലൂടെ ഇങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ 7 വർണ്ണങ്ങൾ മാറി മറിയുന്നു എന്ന് പറഞ്ഞ പോലെ അതിൽ എത്രയോ അധികവും ഗ്രാമീണമായ കാഴ്ചകൾ, ഇടയ്ക്ക് എവിടെയോ വരുന്ന പട്ടണങ്ങളുടെ ബിൽഡിങ്ങുകളുടെ മാത്രമേ അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നരച്ച മനുഷ്യന്റെ ജീവിത കാഴ്ചകൾ. അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കൃഷി, പർവ്വതങ്ങളും വലിയ പർവ്വതങ്ങളിലൂടെയുള്ള യാത്രകൾ, സൂര്യൻ ഉദിച്ചു വരുന്ന ആ കാഴ്ചയൊക്കെ ശരിക്കും നമ്മൾ ആസ്വദിച്ച് നമ്മൾ നോക്കി നിന്നിരുന്നൊരു സമയമായിരുന്നു. നല്ല കാഴ്ചയായിരുന്നു, മാഷാ അല്ലാഹ്. പിന്നെ അതിനപ്പുറം ഇവിടെയൊക്കെ ഈത്തപ്പന കൃഷികളുണ്ട് എന്ന് മനസ്സിലായതും അവിടെ ജാർഖണ്ഡിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഈത്തപ്പന ഉപയോഗിക്കാതെ, അതായത് വിളവെടുക്കാത്ത ഈത്തപ്പനകളുണ്ട്, കഴിയാത്ത എന്തോ കാരണം കൊണ്ട് പരാജയപ്പെട്ടതായിരിക്കാം. പക്ഷെ മരങ്ങൾ ഇപ്പോഴും അത് ഒരു മുഖസാക്ഷിയായിട്ട് നിൽക്കാന്നൊക്കെ പറയില്ല. അങ്ങനെ യാത്രകളിൽ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു തോന്നുന്നുണ്ട്. അതെ 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 ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ അതിനിടയിലൂടെ കാലികളും മനുഷ്യന്മാരും. അങ്ങനെ നമ്മളെ വളരെ നമ്മുടെ വരവിനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ ഷറഫ് ഉസ്താദ് നമുക്ക് അവിടെ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാഹിബ്ഗഞ്ചിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ നമ്മൾ പിന്നെ ആൾ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് സാഹിബ്ഗഞ്ചിൽ നമ്മൾ ഇറങ്ങിയത്, ഭാഗൽപൂരിൽ പോകാതെ എന്നുള്ളത് കാരണം അതൊരു വേറെ രസകരമായ അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ തൽക്കാലം പ്രിയ ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ബീഹാർ യാത്ര, ആ യാത്രയുടെ ആദ്യ എപ്പിസോഡിന് ശേഷം അടുത്തത് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.